ഹലോ രാവിലെ ഇറങ്ങി മുറ്റത്തിറങ്ങിയപ്പോ നമ്മളെ പിള്ളേര് ഊഞ്ഞാലായിരുന്നു. പിന്നെ എനിക്കൊരു ബുദ്ധി, എനിക്ക് അറിഞ്ഞു. അങ്ങനെ അവനെ പിടിച്ച് മാറ്റി ഞാനും കുറച്ചേരും നാടി. അങ്ങനെ കുറച്ച് ഊഞ്ഞാലടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുര്യൻ വന്ന്. അങ്ങനെ കുര്യന്റെ അപ്പുറം സ്ഥലം വരെ പോവാണ്. പോണ വഴി തന്നെ കുര്യൻ വണ്ടി പെട്രോൾ ഇന്ന്. അല്ലെങ്കിൽ ഇവരിങ്ങനെയാ പോകുമ്പോഴും വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ടാസ്ക് തന്നിരിക്കട്ടെ. അങ്ങനെ പെട്രോൾ അടിച്ച് ഒരു കുറവും വരുത്തണ്ടെന്ന് കുറച്ച് ഏറെ അടിച്ച് ഈ കാണുന്ന ഗിഫ്റ്റ് വാങ്ങാൻ പോയി. ഈ കാണുന്ന ഐറ്റം ഏകദേശം കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കുര്യൻ സിംഗിൾ അല്ലട്ടാ, ഡബിളേ. ഇത് മാത്രമല്ല വേറൊരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ 10-12 ഷൂ കൊണ്ട് കാണിച്ചെന്നാ കണ്ട ആർക്ക് അവന്റെ ഗേൾ ഫ്രണ്ടിനെ. ഇതൊക്കെ നമുക്ക് കാണേണ്ട അവസ്ഥ, എന്തൊരു അവസ്ഥയാണ് നമ്മുടെ. അങ്ങനെ എനിക്ക് പെണ്ണില്ലാത്ത സങ്കടം മാറ്റാൻ കുര്യൻ നേരെ കൊണ്ടത് തന്നെ മലയാറ്റൊരു പള്ളിയിലാണ്ടാ. ഞാനും കുര്യനെ മാത്രമല്ലട്ടാ, നമ്മുടെ പട്ടാമ്പേരും കണ്ണൂർ ജസ്പീനും ആലപ്പുഴ ദേവനും കൂടി ഉണ്ടട്ടാ. ചെന്ന് കയറിയപ്പോ തന്നെ ഈ ചേട്ടൻ കണ്ട ഒറ്റ മൈൻഡിൽ ഒറ്റ സ്റ്റെപ്പ്. അങ്ങനെ ആ ചേട്ടൻ്റെ ഒറ്റമൈൻ്റെ ഡാൻസും കണ്ട് ഈ കാണുന്ന ടിക്കറ്റ് എടുത്ത് നമ്മ നേരെ പോയത് ഈ കാണുന്ന ആകാശത്തൊട്ടിൽ കയറാനാ. അങ്ങനെ ഇത് 1.5 ഹൈറ്റ് കണ്ടിട്ട് നമ്മുടെ ചെക്കൻ പേടിച്ചിട്ടാ ആരും നമ്മുടെ പട്ടാമ്പേരുണേ. കുര്യനാവട്ടെ അവന് ആവശ്യമില്ലാത്ത ധൈര്യം കൊടുത്തിട്ട് അവനെ പിടിച്ച് വലിച്ച് കയറ്റിട്ടാ. ഇത് കയറിയപ്പല്ലേ നമുക്ക് കാര്യം മനസ്സിലായത്. ശരീരം ആത്മാവ് ഒരുമിച്ച് വേർപെട്ടുപോണ അവസ്ഥയാണ്ടാ ഇതിൽ കയറിയാലുള്ള അവസ്ഥ. അങ്ങനെ അതീ കയറിയ ക്ഷീണം മാറ്റാൻ കുറച്ച് ബജ്ജിയും കഴിച്ച് നമ്മ അടുത്ത റൈഡിൽ പോകണ്ട. ഏത് മറ്റേ ജയിന്റ് വീലില്ലേ. ഈ റൈഡിൽ കയറാൻ കുര്യനും വരും പേടിയാവുണ്ട്. അവന്മാര് പുറത്തുനിട്ടാ. പിന്നെ ഞാനും ജസ്പിനും നമ്മളെ ആലപ്പുഴ ദേവനും കൂടി ഇതിൽ കയറിയട്ടാ. ഇതിൽ കയറിയപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായത്. ഇതിൽ അതുപോലെ തന്നെ ട്ടാ, ആത്മാവും ശരീരം വിട്ടുപോട്ടാ. പേടിത്തുറിയായ ആരുണ്ടെ കുര്യനെ ഊക്കിക്കൊണ്ട് നമ്മ നേരെ ഒരു മന്ദിരിക്കാനാ. അവിടെ ചെന്നപ്പോളാ കുര്യന്റെ ഒരു അവസ്ഥ. വസന്തി നിന്റെ ചേട്ടൻ വന്നടി. ചേട്ടന്റെ കണ്ണോട് എവിടെയാടി? കണ്ടില്ലല്ലോ.